ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ കുറേ നാളായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇന്നും വീഡിയോ ഒന്നും ഇടൂലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാന്ന് കരുതി ബസ്സിൽ കയറിയപ്പോഴായിരുന്നു ആ ഒരു ഐഡിയ വന്നത്. അപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഇവന്റ് കാണാൻ വേണ്ടി പോവാണ് ഞാൻ. അപ്പോൾ രാവിലെ KSRTC ബസ്സിൽ കയറിയിട്ടുണ്ട്. രാവിലെ നമ്മൾ റസ്കും ചായയും കഴിച്ചിട്ടാണ് പോയത്. എനിക്ക് ഈ റൂട്ട് ഞാൻ കുറേ നാളായി വന്നിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെയൊക്കെ ബസ്സിന് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെയാണ് അങ്ങനെ പോവുക. പക്ഷെ ഇപ്പോൾ ഈ ബസ്സിന് പോയപ്പോഴാണ് മനസ്സിലായത് വഴിയുടെ അവസ്ഥയൊക്കെ ഗുരുതരമായതുകൊണ്ട് ഞാൻ 3 മണിക്കൂർ കുലുങ്ങിയാണ് എത്തിയത്. അപ്പോൾ ഇതേ അമ്മയുടെ നാടാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ പണ്ട് ബസ്സിലൊക്കെ പോകുന്ന മെമ്മറീസ് ഒക്കെ ഓർത്ത് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ലോ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് എൻറോൾമെൻറ്റ് ഡേ എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൽഫി ഒഫീഷ്യലി അഡ്വക്കേറ്റ് ആവാൻ പോവുകയാണ്. അപ്പം ഞാൻ കരുതി എന്തായാലും എൻ്റെ ഒരു 5 ഇയറിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ LLB കോഴ്സിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് എൻറോൾമെൻറ്റ് കാണുന്നത്. അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻറോൾ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് കരുതി. എൻ്റെ ഒരുപാട് സീനിയേഴ്സും ഫ്രണ്ട്സ് എല്ലാവരും എൻറോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ എൻട്രൻസിന് ഉണ്ടായിരുന്ന അവിടെ നിന്നാണ് എനിക്ക് ആൽഫിനെ കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ശ്യാമേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്, ആ ഏട്ടനും എൻറോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് എത്തി കേട്ടോ. ഹൈക്കോർട്ട് എത്തി ശ്യാമേട്ടനും ആൽഫി റെഡിയാണ്. നമ്മൾ ഹൈക്കോർട്ടിൻ്റെ ഉള്ളിൽ കയറിയെങ്കിലും ആൽഫിക്ക് എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി ഉള്ളിൽ കയറാൻ. ആൽഫിയുടെ ഫാമിലിയൊക്കെ സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഹാളിലേക്ക് കയറിട്ടോ. അപ്പോഴേക്ക് സീറ്റൊക്കെ പോയി. അത്രയും തിരക്കാണ്, അത്രയും ആൾക്കാർ ഞങ്ങൾക്ക് നിന്നാണ് അത് മൊത്തം കണ്ടത്. പിന്നെ ആൽഫി ഫസ്റ്റ് തന്നെ എൻറോൾ ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ജഡ്ജസിനൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അവിടെയുള്ളവർക്ക് എല്ലാം എൻറോൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല, വെറുതെ ലാഗൊക്കെ ഉണ്ടാകാൻ കരുതിയിട്ട്. ജഡ്ജസ് വന്ന് അവർ ടോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒഫീഷ്യലി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ നേരെ വീഡിയോ എടുത്തത് ആൽഫി എൻറോൾ ചെയ്യുന്നതാണ്, അതായത് ഒഫീഷ്യലി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതാ ആൽഫിയാണ് കേട്ടോ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. എനിക്ക് ഊഹിക്കാം അവൾ എത്ര പ്രൗഡായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ. കാരണം അവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും അങ്ങനെയായിരിക്കും, പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അവർക്ക്, ഭയങ്കര സന്തോഷം. അങ്ങനെ പറയാനുള്ളത് നേടിയെടുത്തിരിക്കുന്നു. അയ്യോ, എന്റെ 5 വർഷത്തെ കഷ്ടപ്പാട്. അപ്പൊ അങ്ങനെ ഞങ്ങളെ ആളെ കണ്ട് വിഷ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇന്ന് അവളായിരുന്നു സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവളുടെ കൂടെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ആൽഫിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറിൽ ഇങ്ങനെ ഇരുന്ന് പോവാണ്. കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആൽഫിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി, അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് ഫൈനലി ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഓക്കെ, അപ്പോൾ കേക്ക് ഒക്കെ സെറ്റായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അപ്പോൾ കേക്ക് കട്ടിങ് ആളുടെ എക്സൈറ്റ്മെന്റ് കണ്ടറിയാമല്ലോ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആണ് അവളൊന്ന്. ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര സന്തോഷമുള്ള ഒരു ഡേ ആണ്. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള പ്ലാൻ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ആൽഫി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കേക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം കേട്ടോ. ഞാനത് കുറച്ച് സ്പീഡാക്കി എന്നുള്ളൂ, കാരണം കുറേ ടൈം ആവും. അപ്പോൾ അതിങ്ങനെ കേക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണമെന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സ്പീഡാക്കിയതാണ്. പിന്നെ ഇതാ ഞങ്ങൾ ചുറ്റുമുള്ള ഒരാളുടെ ഫ്രണ്ട്സാണ്, കൊളീഗ്സും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അതായത് ലാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയൊക്കെയോ പറയണം. അതിൻ്റെ ഇടയിൽ അപ്പൻ കേക്ക് കഴിച്ച കൈ കൊണ്ട് എൻ്റെ വൈറ്റ് ടോപ്പിലൊന്ന് ഒരു അടി അടിച്ചതാണ്. അപ്പോൾ അവിടെ ഫുൾ ചോക്ലേറ്റ് ഒക്കെ ആയി. പിന്നെ ഞാനത് വാഷ് ചെയ്യാനൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ആൽഫിയുടെ അമ്മയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുഡ് വന്നു. ഞാൻ എന്തായിരുന്നു വാട്ടർമെലനാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് മോമോസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഞാൻ ആൽഫയോട് കുറേ വർത്തമാനങ്ങൾ പറയാനുണ്ട്. അധികം സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വർത്തമാനം പറയാം. എന്നാലും ഞങ്ങൾ മാക്സിമം എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും അങ്ങനെ ടാറ്റ ബൈ ബൈ പറയായിരുന്നു. സോ ദേ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.